ഹായ് നമസ്കാരം. വ്ളോഗേട്ടനാണ്. എൻ്റെ നാട്ടിൽ തന്നെയാണ്. തകർന്നടിഞ്ഞു കിടക്കുന്ന വീടുകൾക്കരികിൽ തന്നെയാണ് കേട്ടോ. കടലാക്രമണത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ശമനവും വന്നിട്ടില്ല. മഴക്കാലം ഒന്ന് നിന്ന് കടലൊക്കെ ഒന്ന് ഒതുങ്ങി എല്ലാം കുറഞ്ഞു എന്ന് കരുതിയിരിക്കുമ്പോൾ വീണ്ടും മഴ തുടങ്ങി. കടലാക്രമണവും കടലേറ്റവും ഒക്കെ വീണ്ടും ശക്തമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മണൽ ഇത്രയും ഹൈറ്റിൽ മണലെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് എന്ന് തീരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഉത്തരവില്ല. പിന്നെ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആ പുലിമുട്ടിൻ്റെ അവിടെ നിന്ന് തെക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് വാടാനപ്പള്ളി ബീച്ച് വരും. ഗണേശമംഗലം ബീച്ച്, വാടാനപ്പള്ളി ബീച്ച് എന്നും നമ്മൾ വിളിക്കുന്ന ആ ഒരു വളവ് കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് പോയിട്ട് മനോഹരമായിട്ട് ആളുകൾ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ബീച്ചുണ്ടല്ലോ, അതിന് വടക്ക് ഭാഗം വരെയും ഭയങ്കരമായിട്ടുള്ള കടലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുക. ഇനി അത് അങ്ങോട്ട് തെക്കോട്ട് കുറച്ചുകൂടി നീങ്ങിക്കഴിഞ്ഞാൽ വാടാനപ്പള്ളി ബീച്ചിലേക്കും ഈ പറയുന്ന കടലാക്രമണം ഉണ്ടാവും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്താണ് ചെയ്യുക? അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞ ദിവസം കളക്ടറും ഒക്കെ വന്ന് നോക്കിയിരുന്നു എന്ന് പറഞ്ഞു. ഗണേശമംഗലം ബീച്ചിലൊക്കെ കളക്ടറൊക്കെ വന്നിട്ട് വിസിറ്റ് ചെയ്ത് പോയിരുന്നു. പക്ഷേ അവർക്ക് യാതൊരു ഉറപ്പും കൊടുത്തിട്ടൊന്നല്ല അവർ മടങ്ങിയത്. കാരണം അവർക്കും ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. എന്തുറപ്പ് കൊടുക്കാനാണ്, എന്താണ്? കാരണം താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ചെയ്യാൻ കഴിയുക? താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട്, ചെറിയൊരു ഫണ്ട് പാസ്സാക്കിയിട്ട് എന്തെങ്കിലും താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ ചെയ്യാം. അതിപ്പോൾ അവിടെ ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. ഒരു 4 ലക്ഷം മുടക്കിയിട്ട് ചെറിയൊരു കടൽ ഭിത്തി ഇട്ടു. എന്താ കാര്യം ഉണ്ടായത്? കടൽ ഭിത്തി എന്ന് പറയാൻ പറ്റില്ല. ഒരു 10 മീറ്റർ മറ്റോ ദൂരത്തിൽ കുറച്ച് കല്ലുകൊണ്ട് ഇറക്കി അവിടെ ഇട്ടിട്ട് അത് വെറും നാളുകൾക്കുള്ളിൽ അത് പോയി. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് വീടുകളുള്ളതാണ്. ഇവിടുത്തെ കാര്യം പിന്നെ വീടുകൾ ഓൾമോസ്റ്റ് കടൽത്തീരത്തുള്ള വീടുകൾ ഓൾമോസ്റ്റ് പോയി തീർന്നു. ഇനി കുറച്ച് ഡിസ്റ്റൻസിലാണ് വീടുകളുള്ളത്. പക്ഷേ ആ ഡിസ്റ്റൻസിലുള്ള വീടുകളിലേക്കും ഇനിയിപ്പോൾ കടൽ കയറി വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു സമയമാണ്. ഈ കടൽ ഭിത്തിയോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ അന്ന് നബാർഡിൻ്റെ ആൾക്കാർ വന്ന് നോക്കി ടെട്രാപോഡ് ചെല്ലാനം മാതൃകയിൽ ഒരു ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ട്, അതായത് നമ്മുടെ സിസ്റ്റത്തിലെ ചുവപ്പ് നാടകളും അതുപോലെ ഈ കുറേ നാളുകൾ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊക്കെ ഒന്ന് പറ്റാവുന്ന രീതിയിൽ സ്പീഡപ്പ് ആക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇനി ഇവിടെയുള്ള ഏരിയകളൊക്കെ കൂടി സേഫ് ആവും. കാരണം ഇവിടെ നല്ല രീതിയിലൊരു കടൽ ഭിത്തി ഇടുക, ചെല്ലാനം മാതൃകയിലൊക്കെ നല്ല രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഒരു കടൽ ഭിത്തി ഇടുക. അതിന് ശേഷം ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി കഴിഞ്ഞാൽ അഴിമുഖവും ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹാർബറൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് വികസന സാധ്യതകളുള്ളൊരു സ്ഥലമാണിത്. ആരോട് പറയാൻ, എന്ത് പറയാൻ? അതുപോലെ തന്നെ ജനങ്ങൾ ഒഴിഞ്ഞു പോകാത്തൊരു കാര്യം പലരും പറയാറുണ്ട്, നിങ്ങളിവിടെ ഒഴിഞ്ഞു പോകാതെ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള വാശി പിടിച്ച് നിൽക്കല്ലേ, നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകൂടെ എന്നൊക്കെയുള്ള രീതി. ഒഴിഞ്ഞു പോകാൻ സർക്കാർ കൊടുക്കുന്ന ഈ ഒരു 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇവിടെ കിടക്കുന്ന വീടും പറമ്പും വരുമാന മാർഗ സ്രോതസ്സുകളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഈ 10 ലക്ഷം കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? കുറേ പേര് ഒഴിഞ്ഞു പോകാൻ ഇപ്പോഴും തയ്യാറല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഒരുപാട് പേര് തയ്യാറാണ്. ഞാൻ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന ഈ 10 ലക്ഷം കൊണ്ട് ഞങ്ങൾക്കൊന്നും ആവില്ല. അറ്റ്ലീസ്റ്റ് ഒരു 20 ലക്ഷം രൂപയെങ്കിലും കിട്ടുകയാണെങ്കിൽ, അതായത് നല്ല വീടുകളാണ് ഈ പറയുന്ന, അതിനേക്കാൾ 20 ലക്ഷത്തിനേക്കാളൊക്കെ പണം മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള വീടുകളും മറ്റുമൊക്കെയാണ്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകണമെങ്കിൽ ഒരു 20 ലക്ഷം രൂപയെങ്കിലും കിട്ടിയാൽ പോവാം എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ സർക്കാരിന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങൾ സർക്കാരിന് ഏറ്റെടുക്കാം. വിൽക്കാൻ തയ്യാറുള്ളവരുണ്ട്, സർക്കാർ വാങ്ങിക്കാം. സർക്കാർ പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ചിട്ട് അവരെ ഒഴിപ്പിച്ച് വിടുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം അവർ പോകാൻ തയ്യാറാണ്. അവർ പോയിട്ട് അവർക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് സെറ്റിൽ ആവാനുള്ള പൈസ കിട്ടുകയാണെങ്കിൽ എല്ലാവരും പോകാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലാതെ ഈ തുച്ഛമായിട്ടുള്ള 10 ലക്ഷം കൊടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഭൂമി വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർ പറയുന്ന കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രകാരം വീടുണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ശരിയാവാനാണ്? എന്നാലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 100 മീറ്റർ 150 മീറ്റർ മാക്സിമം ഡിസ്റ്റൻസിലാണ് കടലുമായിട്ട് നിൽക്കുന്നത്. വീട് വെക്കുന്ന സമയത്ത് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പോൾ ഇത്രയോ ആയി. അപ്പോൾ ഇനി അവിടെ എത്താൻ അധികം സമയമൊന്നും വേണ്ട. 1-2 വർഷം എൻ്റെ വീട്ടിലേക്കൊക്കെ കടൽ കയറിയതാണ്. അവിടെയൊക്കെ മുട്ടിനൊക്കെ വെള്ളം വന്നിട്ട് ഞാനൊന്ന് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചിലരൊക്കെ. ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടേക്ക് ഇനിയും ഇതുപോലെ കടൽ കുതിച്ച് വാങ്ങിയെത്താൻ അധികം സമയമൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ ഒന്ന് സംരക്ഷിക്കണം എന്നാണ് എനിക്കും
ഇവിടെയുള്ള ബാക്കി എല്ലാവർക്കും ഈ നാട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത്. അല്ലാതെ ഈ തുച്ഛമായിട്ടുള്ള 10 ലക്ഷം തന്നിട്ട് ഞങ്ങളോട് ഒഴിഞ്ഞു പോക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ എവിടെ പോകും, എവിടെ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ വരുമാന മാർഗവും സ്രോതസ്സുകളും വീടും ഇത്രയും പണം മുടക്കി നിർമ്മിച്ച വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? പിന്നെ ഈ പരിഹസിക്കുന്നവരുണ്ട്, പല വീഡിയോ കിട്ടി താഴെയും പരിഹസിക്കാറുണ്ട്, കടലിൻ്റെ അണ്ണാക്കിൽ കൊണ്ട് വീട് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അവരോട് മറുപടി പറഞ്ഞ് മടുത്തതാണ്. അതുകൊണ്ട് ഇനി പറയുന്നില്ല. ചിന്തിക്കാൻ പറ്റുന്നവർ ചിന്തിക്കുക, മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും പോട്ടെട്ടാ. ഞാനേ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ കടലൊക്കെ ഒന്ന് ശാന്തമായി തുടങ്ങിയിട്ടുണ്ട്. ചൂണ്ടക്കാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു കാഴ്ചയാണ് ഉള്ളത്. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ആശിക്കാം. എന്തായാലും നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ട്.